നമ്മുടെ നാട്ടുരാജാക്കന്മാർ, ട്രാവൻകൂർ രാജാവ് മുതലായ രാജാക്കന്മാർ റേഡിയോ നിലയങ്ങൾ ചെറിയ രീതിയിൽ തുടങ്ങുകയും അങ്ങനെ തുടങ്ങിയ ഒരു റേഡിയോ നിലയമാണ് ട്രാവൻകൂർ റേഡിയോ. നമ്മുടെ ബാലരാമവർമ്മ മഹാരാജാവിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയത്. 1943 മാർച്ച് 12 അത് തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ പിന്നെ ഇതായിട്ടാണ്, തുടർച്ചയായിട്ടാണ് തിരുവനന്തപുരം റേഡിയോ നിലയം തന്നെ വരുന്നത്. ആദ്യം തുടങ്ങിയ MLA ക്വാർട്ടേഴ്സിലെ ഇതിലാണ്, പിന്നെ ബാൻഡ് ഹൗസിലാണ് തുടങ്ങിയത്. അതിപ്പോൾ ഇല്ല, എങ്കിലും അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു ബാൻഡ് ഹൗസ്, അന്നത്തെ റേഡിയോ നിലയം തന്നെ. പിന്നീട് ഭക്തിവിലാസത്തിലേക്ക്, പിന്നെയാണ് അത് ഭക്തിവിലാസത്തിലേക്ക് മാറി എന്ന് പറഞ്ഞാൽ, ഭക്തിവിലാസത്തിലേക്ക് മാറുമ്പോഴേ അത് ഓൾ ഇന്ത്യ റേഡിയോയുടെ കീഴിലായി. രാജാവിൻ്റെ മാറി അത് ഓൾ ഇന്ത്യ റേഡിയോയുടെ പിന്നെ ഒരു ആകാശവാണി സ്റ്റേഷനായിട്ട് മാറി. 1951 ഏപ്രിൽ 1 പിന്നെ തിരുവനന്തപുരം റേഡിയോ നിലയം വന്നത്.